ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹായ് എവരിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് BA ഹിസ്റ്ററി, BA സോഷ്യോളജി, BA ഇംഗ്ലീഷ് എന്നിവയെ കുറിച്ചാണ്. ഈ കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് എന്തൊക്കെ ജോലി ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് BA പൊളിറ്റിക്കൽ സയൻസ്, BA സൈക്കോളജി എന്നിവയെ കുറിച്ചാണ്. സൈക്കോളജിയെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യൻ്റെ ഒക്കെ മനസ്സിനെ കുറിച്ച് അറിയാൻ ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ BA സൈക്കോളജി എടുക്കുന്നതാണ്. മനുഷ്യരുടെയും അവരുടെ മാനസികാവസ്ഥ, പെരുമാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇതിൽ മാനസിക വികസനം, വ്യക്തിത്വം എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ് സൈക്കോളജി. 3 years ഡ്യൂറേഷൻ ആണ് നമുക്ക് പഠിക്കാൻ വരുന്നത് BA സൈക്കോളജി. 50%, അതായത് +2-ൽ പാസ് മാർക്ക് വരുന്നത് 50% ആണ്. 50% ഉള്ളവർക്ക് BA സൈക്കോളജി എടുക്കാം. 6 സെമസ്റ്റർ ആണ് ഇതിലുണ്ടാവുന്നത്. BA സൈക്കോളജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആവും അല്ലേ? നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ലൈഫിൽ ഒരു കൗൺസിലേഴ്സ് ആയിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കാം, ചിലപ്പോൾ ഫാമിലിയുടെ അടുത്തായിരിക്കാം. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് BA സൈക്കോളജി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് ആണ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യാം. BA സൈക്കോളജി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെൽഫെയർ ഓർഗനൈസേഷൻ, പുനരധിവാസ കേന്ദ്രങ്ങൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, ഹോസ്പിറ്റൽ, സ്കൂൾസിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഒരു സമൂഹത്തിൻ്റെ മാനസിക ആവശ്യങ്ങൾ, കൗൺസിലിംഗ് എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. BA സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടീച്ചറായി വർക്ക് ചെയ്യാം. കൂടാതെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഉദാഹരണം പറയുവാണെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകൾ അല്ലെങ്കിൽ ഹെൽത്ത് സെൻറ്റേഴ്സ്, ഇവിടെയൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് സൈക്കോളജിയുടെ സാധ്യതകൾ. ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് BA പൊളിറ്റിക്കൽ സയൻസ് എടുത്താലുള്ള സാധ്യതകളെ കുറിച്ചാണ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് കേട്ടാൽ തന്നെ, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് കേട്ടാൽ തന്നെ നമുക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത്? സമരം, അഴിമതി, ന്യൂസ് ചാനലിലൊക്കെ വന്നിട്ട് ചർച്ച ചെയ്യുമ്പോൾ വഴക്കടിക്കുന്നവരെയും അങ്ങനെയൊക്കെയല്ലേ? നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ അപ്ഡേറ്റ് ആവണമെന്നുണ്ടോ? സിവിൽ സർവീസ് എക്സാമിനൊക്കെ പരിശീലിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് BA പൊളിറ്റിക്കൽ സയൻസ് എന്ന കോഴ്സ് എടുക്കാവുന്നതാണ്. BA സൈക്കോളജിയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് BA പൊളിറ്റിക്കൽ സയൻസും 3 year പ്രോഗ്രാമാണ്. അതിനകത്ത് നമുക്ക് +2-ൽ 50% മാർക്ക് വേണം. 6 സെമസ്റ്റർ തന്നെയാണ് വരുന്നത്. പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ കൂടുതലായിട്ടും പഠിക്കാൻ പോകുന്നത് രാഷ്ട്രീയ വികസനം, രാഷ്ട്രീയ വിപ്ലവം, അല്ലെങ്കിൽ സർക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും എന്നിവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ BA പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നത്. ഇനി BA പൊളിറ്റിക്കൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ജോലി സാധ്യതയുണ്ടെന്ന് നോക്കാം. പൊളിറ്റിക്കൽ അനലിസ്റ്റ്, പോളിസി അനലിസ്റ്റ്, ജേർണലിസ്റ്റ് തുടങ്ങിയ നിരവധി അവസരങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. കൂടാതെ തന്നെ PSC, UPSC നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. PSC, UPSC എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ IAS, IPS എന്നീ സെക്ഷനുകളും വരുന്നതാണ്. ഇതൊക്കെയാണ് BA സൈക്കോളജിയും BA പൊളിറ്റിക്കൽ സയൻസും ഒക്കെ എടുത്താലുള്ള നിങ്ങൾക്ക് ജോലി സാധ്യതകൾ. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.